ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആട്ടോ. സിമ്പിളായിട്ടുള്ള വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ലീവ്സുകളാണ്. നല്ല ഭംഗിയാട്ടോ, നല്ലൊരു ഗ്ലേസിങ്ങും ആണ് ഈ ഒരു ഇതിന്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഇയറിങ്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി വീഡിയോസ് ചെയ്തിട്ട്. വീഡിയോസ് ഇങ്ങനെ പെൻഡിങ് ആണ്. ഓരോ ഹെൽത്ത് ഇഷ്യൂസും ബിസിയൊക്കെ കാരണം തന്നെ ചെറിയ വേറെ ബിസിനസ്സുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ വീഡിയോ എല്ലാവരും തുടർന്നും കാണണേ. എല്ലാവരും ആ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം, മേക്കിങ്ങിലേക്ക് പോവാം. കുറച്ച് ഐറ്റംസുകൾ മാത്രം മതി നമുക്ക് ഈ ഒരു ഇയറിങ്സ് ഉണ്ടാക്കാൻ. ഇതുപോലത്തെ ഉള്ളൊരു ഇയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റംസ് വേണം. പിന്നെ ജംപ് റിങ്സ് വേണം. പിന്നെ നമ്മുടെ ഇയറിങ്സ് ഹുക്കിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഹുക്കും കൂടെ വേണം കേട്ടോ. പിന്നെ എല്ലാവരുടെ കയ്യിലും ഇതുപോലത്തെ ടൂൾസുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് ഇതിൻ്റെ ഇയറിങ്സിൻ്റെ കമ്പികൾ വളയ്ക്കണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണമെന്നെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ടൂൾസ് ആവശ്യമാണ്. പിന്നെ ഞാൻ കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു മൾട്ടി കളർ ബീഡ്സും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ മാത്രമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പെറ്റൽസ്, ഞാൻ 2 പെറ്റൽസാണ് എടുക്കുന്നത്. ഈ ഒരു പെറ്റൽസ് ഈ ഒരു ജംപ് റിങ്സിലേക്ക് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കോർത്ത് കൊടുക്കാൻ നമുക്ക് ഈ ജംപ് റിങ്സ് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വൈഡാക്കി കഴിഞ്ഞാൽ ഇതിങ്ങ് പുറത്തേക്ക് വരും, വൈഡായി കിട്ടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കോർത്ത് കൊടുക്കാം. ഇതുപോലെയാണ് കോർത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന വിധത്തിലാണ് കോർത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സ് കോർത്ത് കൊടുക്കാം. ക്രിസ്റ്റൽ ബീഡ്സ് ആദ്യം ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ഇതിലിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ മൾട്ടി കളർ ബീഡ്സ് ഇതിന് സെയിം ഏകദേശം മാച്ചാവുന്ന കളർ ബീഡ്സ് തന്നെ എടുക്കുന്നത്. ആ ഒരു ബീഡ്സ് കളറും ഇതിലേക്ക് കോർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ്സും കൂടെ കോർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 എണ്ണമാണ് ഇടുന്നത്. നിങ്ങൾക്ക് 1 മതിയെങ്കിൽ, ലെങ്ത്ത് കുറവ് മതിയെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ 2 എണ്ണം കോർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ആ ഒരു മൾട്ടി കളറ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ലെങ്ത്ത് അനുസരിച്ച് ഇതിൻ്റെ ഒരു കമ്പിയുടെ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തു. ഇത്രയും ലെങ്ത്ത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ലെങ്ത്ത് ഒന്ന് ജസ്റ്റ് നമ്മുടെ ഈ ഒരു കട്ടർ എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ലെങ്ത്ത് മാത്രം മതി. ഞാൻ കുറേ ആയിട്ട് ഇത് യൂസ് ചെയ്യാത്തത് കാരണം ഇതിന് ഇത്തിരി ചെറിയ ടൈറ്റ് ഉണ്ട്. നമ്മളൊന്ന് എണ്ണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും. കണ്ടല്ലോ, കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ ഈ ഒരു പ്ലെയർ വെച്ച്, നോസ് പ്ലെയർ എന്നാണ് ഇതിന് പറയുക, ഈ പ്ലെയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എൻ്റെ ഭാഗം പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചൊന്ന് വളച്ചു കൊടുക്കാം. കണ്ടല്ലോ, വളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഈ കോർത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പെറ്റൽസ് ഉണ്ടല്ലോ, ഈ പെറ്റൽസിലേക്ക് കൊളുത്തി കൊടുക്കാം. ഈസിയാണ് കേട്ടോ, എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മക്കൾക്ക് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് ഹൂക്ക് വെച്ചിട്ട്, ഹൂക്കിൽ നിങ്ങൾക്കിത് സ്റ്റഡിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഈസി ആയിട്ട് ചെയ്തെടുത്തത് ഹൂക്കിൽ ഞാൻ കൊളുത്തി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലത്തെ 2 പെയറായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടോ കാണാൻ. നിങ്ങൾക്ക് ഫോട്ടോയിൽ എത്രത്തോളം അറിയില്ല, നല്ല ഗ്ലേസിംഗ് ആണ്. നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഇയറിങ്സ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇത് വ്യത്യസ്തമാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.